BJP-യിൽ ചേർന്നതിന് പിന്നാലെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച സി രഘുനാഥ് കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനമാണെന്ന് കരുതുന്നില്ല. കോൺഗ്രസിൻ്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പാർട്ടി വിടാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചപ്പോൾ പിന്തുണ ലഭിച്ചില്ലെന്നും സി രഘുനാഥ് 24-നോട്. കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് നടത്തി വരുന്ന എന്താ പറയുക, രാജ്യത്തിന് താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ഇന്ത്യക്ക് അനുഗുണമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോകണമെന്നും നാളെ ഇന്ത്യയെ ലോകരാഷ്ട്രത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് മാറണമെന്നും ഞങ്ങളൊക്കെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച കാൻഡിഡേറ്റായിരുന്നു. അന്നു മുതൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ എന്നോട് കാണിച്ച ചില തെറ്റായ സമീപനങ്ങൾ, ഒരിക്കലും ഒരു പാർട്ടി നേതാവിന് ഉണ്ടാകാൻ പാടില്ലാത്ത സമീപനങ്ങൾ, അതിനുശേഷം പാർട്ടിയിൽ നിന്നുണ്ടായിരുന്ന ചില അവഗണനകൾ. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, മെറി ക്രിസ്മസ് ആൻഡ് ഗുഡ് മോർണിംഗ്. പറയൂ അച്യുതൻ, വിവരങ്ങൾ. ഹാപ്പി ക്രിസ്മസ് എസ്കേൻ. എന്തായാലും ഈ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് സി രഘുനാഥ് ഇന്നലെ ഡൽഹിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പൊതുവെ പറയുന്നത് ഈ രാജ്യ താല്പര്യത്തിനെതിരായിട്ടാണ് കോൺഗ്രസ് നിലവിൽ ഈ സമീപകാലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അത് തന്നിൽ പലതരത്തിലും അതൃപ്തി ഉണ്ടാക്കി. ആ ഒരു സാഹചര്യത്തിലാണ് താൻ ഈ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിക്കുന്നതും തുടർന്ന് BJP-യിൽ ചേരുന്നതുമെന്നുമാണ്. ഒപ്പം തന്നെ ഈ തീരുമാനം പെട്ടെന്നുണ്ടായതല്ല, വിശദമായി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് താൻ ഇങ്ങനെ BJP-യിലേക്ക് പോകുന്നത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുന്നത്. ഈ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുമ്പോൾ പോലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനകൾ പാർട്ടിയിൽ നിന്ന് ഉണ്ടായില്ല. തീർത്തും അവഗണനകൾ മാത്രമാണ് പാർട്ടി നൽകിയത്. ഈ കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്ന് പറയുന്നത് തെറ്റാണെന്നും താനത് വിശ്വസിക്കുന്നില്ലെന്നും സി രഘുനാഥ് ആരോപിക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പാണ് ഒരു ശാപമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഈ ഗ്രൂപ്പുകൾക്കെതിരെ നിന്ന പല രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒടുവിൽ ഒട്ടനവധി ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗ്രൂപ്പിലില്ലാത്ത ആളുകളെ പൂർണ്ണമായി അവഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലായിരുന്നാലും സംസ്ഥാന തലങ്ങളിലായിരുന്നാലും കോൺഗ്രസ് ഈ ഉപജാപ സംഘത്തിൻ്റെ കയ്യിലാണ്. അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം തൽക്കാലം മത്സരിക്കുവാനൊന്നുമില്ല, ഒരു പാർട്ടി അംഗമെന്ന നിലയിൽ മാത്രം പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. പക്ഷേ ഭാവിയിലെ കാര്യങ്ങളെപ്പറ്റി അതിപ്പോൾ പറയുവാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് സി രഘുനാഥ് ഉന്നയിച്ചിരിക്കുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.